ഇത്രയും കൊതുകുകൾ ഇത് എവിടുന്ന് വന്നാ കുത്തുന്നത്? എനിക്ക് തോന്നുന്നു മാർക്കറ്റിൽ കിട്ടുന്ന സ്വീറ്റിനേക്കാളും മധുരമാണ് നിന്റെ ചോരക്കെന്ന, അതുകൊണ്ടാ നിന്നെ കുത്തുന്നേ. ഒന്നിനെ കൊന്നു, രണ്ടാമത്തെയും കൊന്നു, മൂന്നിനെ കൊന്നു, കൊന്നു, ഇതിനെയും കൊന്നു. ഇവര് രണ്ടുപേരും എന്താ രാത്രി ഇത്രയും ഒച്ചപ്പാടുണ്ടാക്കുന്നേ? ഞാൻ പോയി നോക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ രാത്രി കിടന്ന് കഴുതരാഗം പാടുന്നത്? കഴുതരാഗമല്ല, നടുവൊടിഞ്ഞിട്ട് കരഞ്ഞതാണ്. ബോക്സറേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞങ്ങളിപ്പോ അതൊന്നും പാടിയിട്ടില്ലെന്നേ. ഓഹോ, അപ്പൊ ഞാൻ കള്ളം പറയാണല്ലേ? ഇപ്പൊ കാണിച്ചേരാ. ഇവനെന്താ ഭ്രാന്താണോ? മറ്റുള്ളവര് പറയുന്നൊന്നും കേൾക്കുന്നില്ലല്ലോ. ഓഹോ, അപ്പൊ എനിക്ക് ഭ്രാന്താണെന്നാണ് നിങ്ങൾ പറയുന്നത് അല്ലേ? ഇന്ന അതിനെ കണ്ടുപിടിച്ചോ. എനിക്ക് വയ്യാഞ്ഞിട്ടാ, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു കൊടുത്താന്. നിങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നേ? നിങ്ങളുടെ ജോലി ഞങ്ങൾ ചെയ്തെന്നേ ഉള്ളൂ. നിങ്ങളുടെ ഈ ഒരു കാര്യം എനിക്ക് വളരെ ഇഷ്ടമായി. എന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നുണ്ടല്ലോ. ഇതുപോലത്തെ അയൽവാസികൾ എല്ലാവർക്കും കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കും. എന്റെ ഗസീറ്ററാം സാർ, ഇത്രയും നീളമുള്ള ക്യൂ എന്തിനാ? ഡോക്ടർ ജഡ്ക ഇത്രയും പേരെടുത്തുനിന്ന് കടം മേടിച്ചിട്ടുണ്ടോ? അടുത്തല്ലോ, ഇവിടെ എല്ലാവർക്കും മലേറിയ ആണ്. പിന്നെ ഇവിടെ അടുത്ത് കാണാൻ വേറെ ഡോക്ടർമാരൊന്നില്ലല്ലോ. ഹോയ്, നിങ്ങൾ എല്ലാവരും ഈ തുള്ളി മരുന്ന് വീട്ടിൽ കൊണ്ടുപോവുക. എന്നിട്ട് ഓരോ തുള്ളി വീതം കൊതുകിന്റെ വായിൽ ഒഴിച്ചു കൊടുക്കുക. മതി, പിന്നെ മലേറിയ ഒരിക്കലും വരില്ല. ഇയാൾ നമ്മളെ കളിയാക്കുവാന്നാ തോന്നുന്നത്. രാത്രി മുഴുവൻ കൊതുകിനെ പിടിച്ച് അതിന്റെ വായിലേക്ക് ആരോടോ മരുന്നൊടിച്ചു കൊടുക്കാൻ പോണേ. അല്ലണ ഇയാള് നമ്മളെ വിട്ടിയാക്കുകയാണ്. ഓ മോട്ടു, എന്റെ സഹോദര, ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിയത്? ഞാൻ ഇവർക്ക് മരുന്നല്ലേ കൊടുത്തുള്ളൂ. എന്റെ വലിയേട്ടാ, നിങ്ങൾ അവരോടൊക്കെ എന്താ പറഞ്ഞത്? കൊതുകിന്റെ വായിൽ മരുന്നൊഴിക്കണോന്നല്ലേ? കൊതുകിനെ പിടിച്ച് അതിന്റെ വായിൽ മരുന്നൊഴിക്കാന്നൊക്കെ പറഞ്ഞാ പിന്നെ ജനങ്ങൾ വെറുതെ ഇരിക്കുവോ? എന്റെ രോഗികളാണ് സത്യം. പെട്ടെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയതായിരിക്കും. ഞാൻ പറയാൻ വന്നത്, ഈ മരുന്നിന്റെ ഓരോരോ തുള്ളി അവരവരുടെ വായിൽ ഒഴിക്കാനാ മോട്ടു. അപ്പൊ പിന്നെ മലേറിയ ഒരിക്കലും വരില്ലല്ലോ ചങ്കേ. നന്നായി ഇപ്പോ നിങ്ങള് രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഡോക്ടർ ഈ നേരം കൊണ്ട് ഒരു പരുവത്തിലായിട്ടുണ്ടാവും. നിങ്ങൾ എല്ലാവരും എന്റെ ലാബിലേക്ക് വരൂ. ഞാൻ കൊതുകിനെ കൊല്ലാനുള്ള മരുന്നുണ്ടാക്കാൻ പോവാ. എന്നാ പിന്നെ നിങ്ങളൊക്കെ ചെല്ല്, ഞാൻ സമൂസയായിട്ട് വരാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കണം. ഇങ്ങനെ ഒരു മരുന്ന് ആരും ഉണ്ടാക്കാൻ വഴിയില്ല. ഇത് തൊട്ടാ തന്നെ കൊതുക് ചത്തു വീഴും. മരുന്നുണ്ടാക്കിയോ? കഴിഞ്ഞു, ഇതാ തയ്യാറായി. ഒരു കാര്യം ചെയ്യ്, ഞാൻ പറയുമ്പോ ഈ കെമിക്കല് ആ ജാറിലേക്ക് ഒഴിക്കണം. ഓ മോട്ടു, എന്റെ ചങ്കെ, കെമിക്കൽ ഒഴിക്ക. എന്റെ സമൂസ. മോട്ടു പത്തുലു, ഇത് പിടിക്ക്. ഈ സിലിണ്ടർ നിങ്ങൾ കൊണ്ടുപോയിക്കോ. എവിടെയൊക്കെ കൊതുകുകളുണ്ടോ അപ്പോ നിങ്ങൾ ഈ ബട്ടൺ അമർത്തിയാ മതി. ഇതിന്ന് ഗ്യാസ് പുറത്തു വന്ന് കൊതുകുകളൊക്കെ ചത്തോളും. എന്റെ അത്തിപ്പാറ അമ്മച്ചി, ഇത് പ്രശ്നമാകൂന്നാ തോന്നുന്നത്. എന്റെ കെമിക്കലില് സമൂസ വീടല്ലോ. എന്തേ, ഇനിയിപ്പോ മരുന്നിനെ കൊണ്ട് പ്രയോജനം ഉണ്ടാവില്ലേ? പ്രയോജനം ഉണ്ടാവും, പക്ഷെ അതെങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇനി ഒരു കൊതുക് പോലും ഇവിടുന്ന് രക്ഷപ്പെടില്ല. ആർക്കറിയാം, എനിക്ക് ജഡ്കയുടെ മരുന്നിലൊന്നും വലിയ വിശ്വാസം ഇല്ലാട്ടോ. ഇതെന്തുവാ? ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാ. ഓടിക്കോ, നമുക്ക് വട്ടിക്കടിയിൽ പോയി വിളിക്കാം. എനിക്ക് തോന്നുന്നത് ഡോക്ടർ ജഡ്ക മലേറിയ മാറാൻ ഏതോ പഴയ മരുന്നൊക്കെ ഉണ്ടാക്കി തന്നു. പഴയ മരുന്ന് എങ്ങനെ തരാനാ? പണ്ടെങ്ങാനുണ്ടാക്കിയ പഴയ മരുന്ന് അയാള് മലേറിയ മാറ്റാനാന്ന് പറഞ്ഞ് ഇറക്കുമതി ചെയ്തിരിക്കുന്നത്. അത് പരീക്ഷിക്കാൻ അയാൾ നമ്മളെ തന്നെ ഉപയോഗിക്കുകയും ചെയ്തു. കണ്ടില്ലേ മരത്തിന് മുകളിൽ ഒരു ട്രക്ക്? അത് ആരുടെ ആയാലും ഈ കൊതുകുകളൊക്കെ ഇപ്പൊ കൊണ്ടുപോയിക്കോളും. അതിനെയല്ല നമ്മളെ ഇപ്പൊ കൊണ്ടുപോകാൻ പോകുന്നേ. നമ്മുടെ ചുറ്റുവട്ടം ഒന്ന് നോക്ക്. കോടിക്കോ ഒതുകു വരുന്നു. എന്താ കാര്യം?
അതിനർത്ഥം കൊതുക് വരുന്നു ഓടിക്കോന്ന്. പേടി കൊണ്ട് പറഞ്ഞപ്പോ തിരിഞ്ഞു പോയതാ. വേഗം ഓടിക്കോ, അത് വരുന്നുണ്ട്. കൊതുകിനെ പേടിച്ച് ഓടുന്നെന്നോ? കേട്ടോ പച്ചക്കറിക്കാരി, സിംഹത്തിനെ പുലിയൊക്കെ പേടിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇത് കൊതുകിനെ പേടിക്കുന്ന അത്ര. വലിയ ധൈര്യശാലിയാണെന്ന് പറഞ്ഞിട്ട് കൊതുകിനെ പേടിക്കുന്ന കണ്ടില്ലേ? ഓടിക്കോ, കൊതുക് വരുന്നേ. ഇവർക്കിതെന്ത് പറ്റി? ഇവരെന്തിനെങ്ങനെ ഓടുന്നേ? രക്ഷിക്കണേ, മോട്ടു രക്ഷിക്കണേ. ഈ സമയത്ത് നിനക്ക് വിശക്കുന്നുണ്ടോ? ഇത് പേടിക്കാരനുള്ള വിശപ്പാ. പക്ഷെ ഞാൻ എല്ലാം പറ്റില്ല എഴുതുന്നുണ്ട് പത്തിലു. ചാച്ചേട്ടന് ഞാൻ ഒരിക്കലും പറ്റിക്കില്ല. ആദ്യം അയാളെ രക്ഷിക്കാൻ നോക്ക്. ദേ നോക്ക്, ചിങ്കം സാറ് വരുന്നുണ്ട്. ചിങ്കം സാറേ, വലിയ വലിയ കൊതുകുകൾ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ആളുകളെ പിടിച്ചുകൊണ്ടുപോയി. നമ്മുടെ ചായക്കട ചേട്ടനെ പിടിച്ചു കൊണ്ടുപോയി. Why fear when Chingam is here? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് impossible, highly impossible. എവിടെയാണ് കൊതുകുകൾ? നിങ്ങൾ വണ്ടി കയറും. കാലാവസ്ഥ നന്നായിട്ടുണ്ട്. വേലുണ്ടെങ്കിലും മുകളിൽ കറുത്ത മേഘങ്ങൾ വന്ന് മൂടിയിട്ടുണ്ട്. മുകളിലേക്ക് നോക്ക്, കറുത്ത കറുത്ത കൊതുകുകളാണ്. എന്റെ അമ്മോ, ഇത്രയും വലിയ കൊതുകുകളോ? മുകളിലേക്ക് എന്തിനാ പോകുന്നത്? അത് നമ്മളെ കൊണ്ടുപോകുന്നതിന് മുമ്പ് വേഗം അതിനെ വെടിവെക്ക്. ഒന്നിനും ഞാൻ വെറുതെ വിടില്ല. എല്ലാറ്റിനും ഞാൻ വെടിവെച്ച് കൊല്ലും. നിങ്ങൾ രണ്ടാളും തേങ്ങയിൽ നിന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ വെടിവെച്ചിട്ട് തേങ്ങ മുഴുവൻ കൊതുകുകൾ പിടിച്ചേ. അതുകൊണ്ട് ഇപ്പൊ ആ കൊതുകുകൾ നമ്മൾ ആക്രമിക്കാൻ നോക്കുക. എന്റെ ബൈക്ക് താഴെട്. നിങ്ങളുടെ കയ്യിൽ ലൈസൻസ് ഇല്ല. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നത് കുറ്റമാണ്. എന്റെ മോട്ടു, വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ നിനക്ക്? നീ തന്നെ ആലോചിക്കൂ. ഐഡിയ, ധൈര്യക്കുന്ന ഡസ്റ്റ്ബിൻ അവിടെ ഒളിക്കാം. എന്റെ അമ്മോ. പമ്പര വിഡ്ഢികൾ. സോറി വല്യേട്ടോ, വെറുതെ ഒരു തമാശ പറഞ്ഞതല്ലേ. ഡോക്ടർ ജഡ്ക സാറേ, എന്റെ വലിയേട്ടാ, എന്താ ഇതൊക്കെ? ഓ മോട്ടു, ഞാൻ കണ്ടു കൊതുക് ആൾക്കാരെ എടുത്തുകൊണ്ട് പോകുന്നത്. അവയെല്ലാം രാക്ഷസ കൊതുകുകളായി. എല്ലാം നിന്റെ സമൂസ കാരണോ സംഭവിച്ചത്. അതെന്തിനാ നാട്ടുകാരെ എല്ലാം എടുത്തുകൊണ്ട് പോകുന്നേ? തിന്നാനായിരിക്കും, അല്ലാതെന്തിനാ? ഈ രാക്ഷസ കൊതുകുകളെ മനുഷ്യരെ പിടിച്ചുകൊണ്ടുപോയി എവിടെയോ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അവയ്ക്കൊക്കെ വിശക്കുമ്പോ സമാധാനത്തോടെ കഴിക്കാൻ വേണ്ടിയാ. ഞാൻ അവയെ പഴയ പോലെ ചെറുതാക്കാനുള്ള മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആ പൂച്ചയുടെ കഴുത്തിൽ മണിയാര് കെട്ടും? പൂച്ചയുടെ കഴുത്തിൽ ഇപ്പോഴെന്തിനാ മണി കെട്ടുന്നത്? പൂച്ചയും കൊതുകുകളുമായിട്ട് എന്താണ് ബന്ധം? ഓ, അയാളൊരു ഉദാഹരണം പറഞ്ഞതാ. അതിനർത്ഥം കൊതുകിന് പുറത്ത് ഈ മരുന്ന് ആരെ കൊണ്ടിടാൻ കഴിയുമെന്നാ. ഒളിക്കടുത്തല്ല, കൊതുകുകളുടെ മീതെ മരുന്നടിക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ടല്ലോ. താങ്ക് യു കസീട്ടറാം, നിങ്ങളുടെ ധൈര്യം ഞാൻ സമ്മതിച്ചു കേട്ടോ. പക്ഷെ എനിക്ക് നിങ്ങളുടെ ധൈര്യത്തിൽ നല്ല വിശ്വാസം ഉണ്ടല്ലോ. ഈ ബട്ടൺ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഗ്യാസ് പുറത്തു വന്ന് കൊതുകുകളൊക്കെ അപ്പൊ തന്നെ ചത്തുപോകും. രക്ഷിക്കണേ, ഞങ്ങളെ രക്ഷിക്കണേ. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. നിന്നോട് ആലോചിക്കാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. എനിക്കറിയാം നീ ഇതൊക്കെ തന്നെയാ പറയൂന്ന്. മോട്ടു, എന്തെങ്കിലും ചെയ്യൂ. ഇപ്പൊ ഞാൻ പറയുന്നത് എന്തെങ്കിലും ചെയ്യൂ. വേഗം വാ, നമുക്ക് നോക്കാം ഈ കൊതുക് ഇവരെ എവിടേക്കാ കൊണ്ടുവന്നെന്ന്. എന്റെ അമ്മോ, ജഡ്ക, നിങ്ങളും ഇവിടെ എത്തിയോ? എത്തിയതല്ല, എത്തിച്ചതാ സാറേ. പൊളിക്കടുത്തല്ലോ. ഇവിടുന്ന് രക്ഷപ്പെടാൻ ആകെ ഒരേ ഒരു വഴിയേ ഉള്ളൂ, മുകളിലൂടെ. ഇനിയിപ്പൊ നമ്മൾ എന്താ ചെയ്യാ? അമ്മച്ചി രക്ഷിക്കണേ, മുത്തച്ഛ. മോട്ടു, ആ കൊതുകുകൾ ഇങ്ങോട്ടാ വരുന്നേ. തയ്യാറായിരുന്നോ? ഞാൻ തയ്യാറാണ്.
റെഡി സ്റ്റഡി ഗോ. മരുന്നടിക്ക്. നീ എങ്ങോട്ടാ ഓടുന്നത്? കൊതുകിന്റെ മേലെ മരുന്നടിക്ക്. ജഡ്കയുടെ മരുന്നില്ല, ഇനി എനിക്ക് വിശ്വാസമില്ല. ഇനി ഈ മരുന്നടിച്ച് കൊതുക് വീണ്ടും വലുതായാൽ പിന്നെ ഒരുത്തന്മാരെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയെന്ന് വരില്ല. എന്റെ അമ്മേ, രക്ഷിക്കണേ. ഓ മോട്ടു, എന്റെ ചങ്ക്, എന്റെ സഹോദര, നീ നിന്റെ ജീവൻ പണയം വെച്ചല്ലേ ഞങ്ങളെ രക്ഷിക്കാൻ വേണ്ടി വന്നത്. കൊതുകുകളെ കൊല്ലാനുള്ള മരുന്നുമായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നേ. മോട്ടു, നിന്റെ എല്ലാ പറ്റും ഞാൻ മറന്നേക്കാം. മാത്രമല്ല 1 മാസത്തോളം സമോസയും ഫ്രീ. എനിക്കറിയാമായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. വരൂ, മോട്ടു പത്ലു വന്ന തുരങ്കത്തിലൂടെ നമുക്ക് എല്ലാവർക്കും പുറത്തേക്ക് പോകാം. നമുക്ക് രക്ഷപ്പെടാം. മൈഡിയ മോട്ടു, ഈ ഫുർഫുറെ നഗരത്തിലെ ജനങ്ങൾ നിങ്ങളോട് എപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. രാജ്യമാണ് സത്യം, ഭാരതമാതാവാണ് സത്യം. ഒരിക്കൽ കൂടി കൊതുകുകൾ വന്നാൽ അവറ്റങ്ങളെ ഞാൻ ഈ മരുന്നുകൊണ്ട് ഇങ്ങനെ അടിച്ച് എല്ലാറ്റിനെയും കൊല്ലും. രക്ഷിക്കണേ, രക്ഷിക്കണേ. Watch India's largest kids library only on Jio Hotstar. Download the app now.